നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം വേസ്റ്റ് ഷ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റ് ഷ്രെഡ് ചെയ്യുന്നത് നമുക്ക് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും വേസ്റ്റ് എത്രയും പെട്ടെന്ന് കമ്പോസ്റ്റ് ആകുന്ന ഇത് സഹായിക്കും. മെഷീനറി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഘടകം ഇതിന്റെ ആഫ്റ്റർ സർവീസ് എന്താണെന്ന് നോക്കുക. അവർ വന്ന് സർവീസ് ചെയ്യുന്നതിനേക്കാളുപരി നമുക്ക് തന്നെ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ഇത് പറ്റുന്ന രീതിയിലാണോ ഉള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മെഷീനറി വാങ്ങിക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേസ്റ്റ് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വേസ്റ്റ് ഷ്രെഡ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇവിടെ വരുന്ന വേസ്റ്റ് ഷ്രെഡിങ് മെഷീനെ കുറിച്ചുള്ള എൻക്വയറിയിൽ ഒരു ഭൂരിഭാഗവും, അതായത് ഒരു 80% എൻക്വയറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മെഷീൻ എടുത്ത ആൾക്കാരുടെയാണ്. അതായത് നിലവിൽ മെഷീൻ എടുത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലമായിട്ട്, എന്തെങ്കിലും സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലമായിട്ടാണ് നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്നത്. നമ്മളുടെ ഷ്രെഡിങ് മെഷീനിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന മെയിൻ്റനൻസ് ആർക്കായാലും ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളുടെ വേസ്റ്റ് നമ്മൾ യൂണിറ്റ് തുടങ്ങുമ്പോൾ അതിലേക്ക് വരുന്ന മെഷീൻ എത്രയും ഈസി ആയിട്ട് ആൾക്കാർക്ക് മെയിൻ്റനൻസ് ഫ്രീ ആകണം എന്നുള്ളതായിരുന്നു നമ്മളുടെ കൂടിയ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തത്. നമ്മളുടെ ഈ മെഷീൻ, നമ്മുടെ ഷ്രെഡിങ് മെഷീൻ നിങ്ങൾക്ക് തന്നെ, അതായത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ ഇത് അതിനകത്ത് വരുന്ന കംപ്ലൈൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വരുന്ന ആ ഒരു 4 ബോൾട്ട് നിങ്ങൾക്ക് അയച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള മെഷീനറീസ് എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതിനകത്ത് ഏത് കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാരണം വേസ്റ്റ് മാനേജ്മെന്റിൽ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഷ്രെഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് ഒരിക്കലും അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംരംഭം കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി മാർക്കറ്റിൽ നിലവിൽ ഒരുപാട് വേസ്റ്റിംഗ് ഷ്രെഡിംഗ് മെഷീൻ നമ്മൾ അവൈലബിൾ ആണ്. മെഷീനറി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഘടകം ഇതിന്റെ ആഫ്റ്റർ സർവീസ് എന്താണെന്ന് നോക്കുക. അവർ വന്ന് സർവീസ് ചെയ്യുന്നതിനേക്കാളുപരി നമുക്ക് തന്നെ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ഇത് പറ്റുന്ന രീതിയിലാണോ ഉള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മെഷീനറി വാങ്ങിക്കുക.